പറയാൻ പോകുന്നത് ദില്ലിയിലെ ചില ചാണകത്തിൽ ചവിട്ടി കഥകൾ. ഈ ചാണകത്തിൽ ചവിട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് കർമാന്യൂസ് പറയുന്നതോ ഉണ്ടാക്കുന്നതോ അല്ല. കർമാന്യൂസിനെ ചാണകമെന്നും ചാണകത്തിൽ ചവിട്ടിയെന്നും ഒക്കെ വിളിക്കുന്ന ആളുകൾ പറയുന്നത് തന്നെയാണ്. അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വിശേഷണം. കർമാന്യൂസ് കേന്ദ്ര സർക്കാരിന്, മോദിക്ക്, അമിത്ഷായ്ക്ക് ഒക്കെ അനുകൂലമായ ചില വാർത്തകൾ നൽകാറുണ്ട്. അങ്ങനെ വാർത്തകൾ നൽകുമ്പോൾ ചാണകത്തിൽ ചവിട്ടി കുളിച്ചു എന്നൊക്കെയാണ് വിമർശനം. എന്നാൽ ഇതുവരെ കർമാന്യൂസ് പറഞ്ഞത് ഇതാ പിണറായി വിജയൻ ദില്ലിയിൽ പോയി കൈകൂപ്പിയും കൈപിടിച്ചും നേരിട്ടുമൊക്കെ അമിത്ഷാ, JP നദ്ദ, നിർമ്മല സീതാരാമൻ, ഗഡ്കരി, നരേന്ദ്രമോദി ഇവരോടൊക്കെ സംസാരിക്കുന്നു, ചർച്ചകൾ ചെയ്യുന്നു. രാജ്യത്തിന്റെ, കേരളത്തിന്റെ കാര്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്കിലും ദുഷ്ടലാക്കുകൾ നമ്മൾക്ക്, അതായത് ഈ നമ്മളെന്നാൽ കർമ്മയ്ക്കും പിണറായിക്കും ഇടുന്ന പേരാണ് ചാണകത്തിൽ ചവിട്ടികളെന്നും ചാണകത്തിൽ കുളിച്ചവർ എന്നും. കേരളത്തിന്റെ ഭാവിക്ക് ദില്ലിയിൽ വൻ നീക്കം നടത്തിയ പിണറായി വിജയന് ആശംസകൾ. ഇനി നമുക്ക് ഒത്തുപോകാം. കാരണം ഇത് തന്നെയാണ് കർമ്മയും പറയുന്നത്. രാജ്യം ഭരിക്കുന്നവരെ തെറിയും പറഞ്ഞിരിക്കാതെ അവരെ ബഹുമാനിക്കണം. ഇനി ദില്ലിയിലെ വിഷയങ്ങളിലേക്ക് വരാം. ആളും തരവും നോക്കി കളത്തിലിറങ്ങി കളിക്കുകയാണ് പിണറായി വിജയൻ. ദില്ലിയിൽ മുഖ്യമന്ത്രിയുടെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. അനേകം കേന്ദ്രമന്ത്രിമാരെ മുഖ്യമന്ത്രി കാണുന്നു.